ഹായ് ഫ്രണ്ട്സ്, ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ പെണ്ണിവെട്ട് പ്ലാന്റിനെ കുറിച്ചാട്ടോ. പെണ്ണിവെട്ട് പ്ലാന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് നന്നായിട്ട് വെള്ളത്തിൽ വളർത്താൻ പറ്റുന്ന പ്ലാന്റാണ് പെണ്ണിവെട്ട് പ്ലാന്റ്. അപ്പോൾ ഇത് നമുക്ക് പോട്ടി മിക്സ് ആയിട്ട് നിറച്ചിട്ട് നമുക്ക് മണ്ണിൽ വളർത്താം. അതുപോലെ തന്നെ നമുക്ക് ലെയറായിട്ട് വെച്ചിട്ട് നമുക്ക് വളർത്താം. അതായത് നമുക്ക് വെറും വെള്ളത്തിൽ വളർത്താം. അത് കൂടാതെ നമുക്ക് ചാണകപ്പൊടി ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് പ്ലാന്റ്സ് വെച്ചിട്ട് പോട്ടിൽ ഫുള്ളായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വളർത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതൊന്നുമല്ല. ഇന്നത്തെ വീഡിയോ നമ്മുടെ പെണ്ണിവെട്ട് പ്ലാന്റിനെ ഞാൻ പ്രൂണിങ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ ഈ ഒരു ചെടി വെറും വെള്ളത്തിലാട്ടോ വെച്ചിട്ടുള്ളത്. ചുവന്ന പോട്ടിൽ ഞാൻ വെറും വെള്ളത്തിൽ വെച്ചതാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പ്രൂണിങ് ചെയ്ത് കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വലിയൊരു ഡബ്ബയിൽ ചെടി വളർത്തുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ച് തന്നതാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പ്രൂണിങ് ചെയ്യാൻ പോവുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചട്ടിയിലുള്ളത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ചട്ടിയിലുള്ള ചെടി നമ്മളൊന്ന് പ്രൂണിങ് ചെയ്യാൻ പോവുകയാണ്. ഇത് ഞാൻ വെച്ചിട്ടുള്ളത് ലെയറായിട്ടാണ് കേട്ടോ. ലെയറായിട്ടെന്ന് പറയുമ്പോൾ നമുക്ക് ചാണകപ്പൊടി അങ്ങനെ വെച്ചിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ടാണ് ഞാൻ ഈ ഒരു പെണ്ണിവെട്ട് പ്ലാന്റ് നട്ടിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ് കേട്ടോ ഇത്. നമുക്ക് ഒരുപാട് വളങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ലെയറായിട്ട് വെക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ചാണകപ്പൊടിയൊക്കെ ഇട്ട് വെക്കുക. അത് കൂടാതെ നമുക്ക് ഇതിൽ കുറച്ച് NPK ഒക്കെ ഇട്ട് കൊടുത്താൽ മതി. NPK ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് വളരുന്ന പ്ലാന്റാണ് നമ്മുടെ പെണ്ണിവെട്ട് പ്ലാന്റ് കേട്ടോ. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് ഡ്രൈനേജ് ഹോൾസ് ഇല്ലാത്ത പോട്ടാണ് കേട്ടോ വേണ്ടിയത്. ഒട്ടും ഡ്രൈനേജ് ഹോൾസ് ഇല്ലാത്ത പോട്ടിലാണ് നമ്മൾ പെണ്ണിവെട്ട് പ്ലാന്റ് നട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ആ രീതിയിലാണ് നമ്മൾ നട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ പെണ്ണിവെട്ട് പ്ലാന്റ് നല്ല ബുഷിയാകാനും ഒരുപാട് നമ്മുടെ പോട്ടൊക്കെ ഫുള്ളായിട്ട് നിറയാനൊക്കെ ഉള്ള ടിപ്സൊക്കെ ഉള്ള വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ എന്തായാലും ഒന്ന് കാണണം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ടാബ്ലറ്റ് വെച്ചിട്ട് പെണ്ണിവെട്ട് വളർത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ കാണാത്തവരെന്തായാലും ഒന്ന് കാണണം. അപ്പോൾ ഈ 2 പ്ലാന്റ്സും ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് റീപ്പോർട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ, ഞാൻ പറഞ്ഞില്ല, എളുപ്പത്തിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ്. അപ്പോൾ ഈ ഒരു ചെടിയൊക്കെ ഞാനൊന്ന് റീപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. കാണുന്നില്ലേ ഇതാ. അപ്പോൾ ഞാനതൊന്ന് റിപ്പോർട്ട് ചെയ്ത് കൊടുക്കട്ടെ കേട്ടോ. നമ്മുടെ കലാത്തിയൊക്കെ അടിപൊളിയായിട്ട് വളരുന്നുണ്ട് കേട്ടോ. കലാത്തിയ പ്ലാന്റ്സ് ഒക്കെ കണ്ടില്ലേ, ഇതൊക്കെ നല്ല ഷൂട്ടായിട്ടൊക്കെ നല്ല രീതിയിൽ വളരുന്നുണ്ട്. അത് കലാത്തിയ പ്ലാന്റ്സിൻ്റെ പീക്കോക്കാണത്. പീക്കോക്കൊക്കെ നല്ല രീതിയിൽ വളരുന്നുണ്ട് കേട്ടോ. ഒരുപാട് ബേബി പ്ലാന്റ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടുന്നാണ് വെയിലാവണ്ടെന്ന് വെച്ചിട്ട് ഇവിടുന്നാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനുവേണ്ടി ഞാൻ കുറച്ച് NPK ഇത് 19 എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. NPK 19 എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊക്കെ ഒന്ന് വെട്ടിക്കൊടുക്കട്ടോ. അധിക ചെടി നമ്മൾ പ്രൂണിങ് ചെയ്യണം കേട്ടോ. നമ്മൾ വിചാരിക്കും പ്രൂണിങ് ചെയ്യേണ്ടതെന്നാണ്. പക്ഷെ അധിക ചെടി നമ്മൾ പ്രൂണിങ് ചെയ്ത് കൊടുത്താൽ മാത്രമേ നല്ല രീതിയിൽ നമുക്ക് ചെടികൾ വളരുകയുള്ളൂ. ഇതിൽ കുറേ വെട്ടാനുണ്ട് കേട്ടോ. വെട്ടിക്കൊടുത്താൽ മാത്രമേ നമ്മുടെ ചെടി നല്ല രീതിയിലാവുള്ളൂ കേട്ടോ. ഇത് ബെസ്റ്റ് ഇൻഡോർ പ്ലാന്റ് കൂടിയാണ് കേട്ടോ. അത് പറയാൻ മറന്നുപോയി. ഇത് നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ്. നമുക്ക്
വെള്ളത്തിലൊക്കെ വെച്ചിട്ട് ഈസി ആയിട്ട് വളർത്താം കേട്ടോ. വെള്ളത്തിൽ വെക്കുന്ന സമയത്ത് നമ്മൾ ഇടയ്ക്കൊന്ന് വെള്ളം മാറ്റി കൊടുക്കണം കേട്ടോ. മാറ്റി കൊടുക്കാൻ ഒട്ടും പ്രയാസമില്ല. ഇത് പൊക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൂടെ അങ്ങ് ചെടി പോരും കേട്ടോ. അപ്പോൾ ഇത്രത്തോളം ഞാനിതപ്പോൾ വെട്ടി റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത്രത്തോളം ഞാൻ വെട്ടി റെഡിയാക്കിയിട്ടുണ്ട്, കണ്ടില്ലതാ. ഇനി നമുക്ക് ഒന്നും കൂടി ചെറുതായിട്ട് ഒന്നും കൂടി വെട്ടി കൊടുക്കാം കേട്ടോ. ഒന്നും കൂടി ചെറുതായിട്ട് ലീഫൊക്കെ ഒന്നും കൂടി വെട്ടി കൊടുക്കുക. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ വെട്ടുന്നത്. അടുത്തത് ഞാൻ നല്ല രീതിക്ക് വെട്ടാൻ പോകുക കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വെട്ടിക്കഴിഞ്ഞു. ഇത് ഇങ്ങനെയാണ് വെട്ടുന്നത്. ഇപ്പോൾ എനിക്ക് വേറൊരു വീഡിയോയിലൊക്കെ ഈ ഒരു ചെടി വേണം, അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് വെട്ടുന്നത് കേട്ടോ. അടുത്ത് നമുക്ക് ഇതും കൂടി ഒന്ന് പ്രൂണിങ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് പ്രൂണിങ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വെള്ളം ഞാൻ ഒഴിച്ചിട്ടില്ല കേട്ടോ, കുറച്ച് വെള്ളമുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് ഇത് പൊക്കിയെടുക്കാൻ പറ്റൂല, അതാണ്. ഇതിൻ്റെയൊക്കെ ഒരു ഇത്തിരി കിട്ടിയാൽ മതി കേട്ടോ. നമുക്ക് ഇത്തിരി കിട്ടിയാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് നമ്മുടെ പെന്നിവേട്ട് പ്ലാന്റ് കേട്ടോ. നമ്മൾ ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ ഉണ്ടാവും കേട്ടോ. പ്ലാന്റ് നല്ല രീതിയിൽ ഉണ്ടാവും. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെ വെട്ടുന്ന കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഈ രീതിയിലാണ് ഞാൻ വെട്ടിയെടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ അപ്ഡേഷൻ കാണാം കേട്ടോ. നമ്മൾ അപ്ഡേഷൻ 2 ആഴ്ച കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നല്ല രീതിയിൽ ഉണ്ടായിട്ട് വരും. അപ്പോൾ അതും കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും കേട്ടോ. കണ്ടോ? അപ്പോൾ ഈ രീതിയിൽ ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടിയത് കുറച്ച് NPK 19 ഇതിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ പിന്നെ എന്താണ്, ഇത് നന്നായിട്ട് വളരില്ല. അപ്പോൾ ഇത് നമുക്ക് അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രത്തോളം ഇല കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത്രത്തോളം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ NPK 19 എന്നുള്ള ഇത് ഞാൻ ഇതിൽ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഈ ഒരു അളവിലാട്ടോ ഞാൻ എടുക്കുന്നത്. കാണുന്നുണ്ടോന്ന് അറിയില്ല. ഈ ഒരു അളവിലാണ് ഞാൻ എടുക്കുന്നത്. ഇതാ ഇതിൽ വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഡൈലൂട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് ചെടിയിലേക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ. അതുപോലെ ഈ ചെടിയിലേക്ക് നമുക്ക് ഒഴിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ പെന്നിവേട്ട് പ്ലാന്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ് ഞാൻ എന്തായാലും നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. ഷോർട്ട് വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതാ കണ്ടില്ലേ, ഈ ഒരു പ്ലാന്റിനെ ഞാൻ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തു. ഇങ്ങനെ ഞാൻ റിപ്പോർട്ടല്ല, പ്രൂണിങ് ചെയ്തു. ഇങ്ങനെയാണ് ഈ പ്രൂണിങ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഇത് ഉണ്ടായി വരും കേട്ടോ. നല്ല രീതിയിൽ തന്നെ ഉണ്ടാവും. ഇത് ഞാൻ ഈ രീതിയിലാണ് കേട്ടോ. നമുക്ക് സങ്കടമൊക്കെ ഉണ്ടാവും. വെട്ടുന്ന സമയത്ത് നമുക്ക് കുറച്ച് ടെൻഷനും സങ്കടമൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊന്നും നമ്മൾ കാര്യമാക്കി എടുക്കണ്ട. നമ്മളെ പ്ലാന്റ് നല്ല രീതിയിൽ വളരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ വീട്ടിൻ്റെ അടുത്തൊക്കെ പണിക്കാറുള്ളത് കൊണ്ട് തന്നെ നല്ല വേറെ ശബ്ദങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെ മുറിക്കുന്ന
അപ്പോൾ നിങ്ങൾക്കത് ഒരു ഇതായിരിക്കും കേട്ടോ, എല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ ഇത് ഈ രീതിയിലാണ് ഞാൻ ആക്കി വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പെന്നിവേർഡ് പ്ലാന്റ് നമുക്ക് ഈസി ആയിട്ട് വളർത്താം. നമുക്കൊരു ബെസ്റ്റ് ഇൻഡോർ പ്ലാന്റ് ആണ്. നമുക്ക് വെള്ളത്തിലും അതുപോലെ തന്നെ മണ്ണിലും വളർത്താൻ പറ്റും. പോട്ടി മിക്സ് എടുക്കുന്ന സമയത്ത് ചാണകപ്പൊടി, മണ്ണ് മാത്രം നമ്മൾ എടുത്താൽ മതി. അപ്പോൾ നല്ലൊരു പോട്ടി മിക്സിൽ നമ്മൾ വെച്ച് കൊടുത്തിട്ട് അതിൽ ഒരുപാട് വെള്ളം ഒഴിക്കുക. കാരണം ഇതിന് വെള്ളം വേണ്ടിയ ഒരു ചെടിയാണ്. ഒരു ചളിൻ്റെ ഒരു രീതിയുള്ള ഒരു ചെടിയാണ്. ചളി പോലുള്ള സ്ഥലത്ത് വളരുന്ന ചെടിയാണ്. അപ്പോൾ അതിന് ഒരു വെള്ളം, അതായത് നമുക്ക് ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഡ്രൈനേജ് ഹോൾസ് ഇല്ലാത്ത പോട്ടിൽ നമുക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് ഉണ്ടാവും കേട്ടോ. ഞാൻ വേറെ 2-3 പോട്ടിലും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻ കാണിക്കുന്ന സമയത്ത് മറ്റേതും കൂടി കാണിച്ചു തരുന്നിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും കമൻറ്റ് ചെയ്യുക, ലൈക്ക് അടിക്കുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണ് എൻ്റെ വീഡിയോ കാണുന്നെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.